ഹലോ ഗായ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോയുമായിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഉത്തരമേഖല ജലോത്സവം ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ, അതായത് CH ക്ലബ്ബ് 23ാമത് ഉത്തരമേഖല ജലോത്സവം. അപ്പം അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6, 7, 8 മണി വരെ 23ാമത് CH ക്ലബ്ബ് ഉത്തരമേഖല ജലോത്സവം അരീക്കോട് കീഴ്പറമ്പ് എരശ്ശേരിക്കടവ് പാലത്തിന്റെ അടിയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. സംഭവം പറയാലോ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടൊരു ആരവം അവിടെ ഉണ്ടായിരുന്നു. ഓരോ ടീമിനും ഓരോ ആളുകളും ജയ് വിളിക്കുന്നു, നല്ലൊരു മുന്നോട്ടുള്ള കുതിപ്പിന് ആവേശം കൊടുക്കുന്നു. അങ്ങനെ ഓരോ 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 ആവേശവും നമ്മുടെ ചങ്കിടിപ്പായി അങ്ങനെ അവിടെ ഓരോ ആളുകളും നിറഞ്ഞ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേയധികം ഗാനമേള നമ്മുടെ ഡാബ്സി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, പണ്ട് അരീക്കോട് ഡാബ്സി വന്നിരുന്നു. ഡാബ്സിന്റെ ജൂനിയർ അല്ല, സീനിയർ ആ. ഡാബ്സിന്റെ ഏതോ ഒരു കുട്ടിത്താരം, ഡാബ്സിന്റെ കുട്ടിയല്ല കേട്ടോ. അപ്പം ഡാബ്സിന്റെ അതേ ഇഷ്ടപ്പെട്ട ഡാബ്സിന്റെ പാട്ടുകളൊക്കെ പാടിയിരുന്ന ഒരു ഫാനായ ഒരു ചെക്കൻ അവിടെ പാടിയിരുന്നു. നല്ല അടിപൊളി പാട്ട്. പിന്നെ കുറേ അധികം മാപ്പിളപ്പാട്ട് ഗായകന്മാരുണ്ടായിരുന്നു. അവിടെ ഫുള്ള് മാപ്പിളപ്പാട്ട് ഗായകന്മാരുണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് പിന്നെ ഓരോ റൗണ്ടും ഒരാവേശം നിറഞ്ഞൊരു അടിപൊളി റൗണ്ടായിട്ടാണ് എല്ലാവരും ഇന്നും ഓർക്കുന്നത്. ഇത് കഴിഞ്ഞ കുറിയും എരശ്ശേരിക്കടവ് പാലത്തിന്റെ അടിയിൽ വെച്ച് നടന്നിരുന്നു. അന്നും നല്ല അടിപൊളി മത്സരമായിരുന്നു ഉത്തരമേഖല ജലോത്സവം. ഇത് നടത്തുന്നത്, ഇതിപ്പം ഒരു കടയുടെ സ്പോൺസറായിട്ടാണ് ഇത് നടത്തിയതെന്ന് കേട്ടു, അവിടെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു അടിപൊളി മത്സരമായിരുന്നു. നല്ല ഒരു പൊളപ്പൻ, ഞാനവിടെ പോയിരുന്നു. അപ്പം അതിൻ്റെ എനിക്കൊക്കെ അറിയാം, നല്ലൊരു നമ്മൾ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങോട്ട് പോരാൻ തോന്നില്ല, അത്രയ്ക്കും നന്നായിട്ടൊരു മത്സരമാണ് അവിടെ നടന്നിരുന്നത്. നല്ലൊരു ആംബിയറും നല്ലൊരു ഇതും. പിന്നെ പറയാലോ, കുറേ അധികം ആളുകളുടെ കാര്യം പറഞ്ഞാൽ ഓരോ ടീമിനും ഓരോ ആളുകൾ, ആരാണോ ജയിക്കുന്നത് അവര് നമ്മൾ വിജയിപ്പിച്ച് അവര് നമ്മൾ ജയ് വിളിക്കുന്നു. അതായത് ഇപ്പൊ നല്ലൊരു ഫാസ്റ്റിനൊത്ത മത്സരം നമുക്കറിയാം. ഇന്നും നമുക്ക് ഓർത്തിരിക്കാവുന്നൊരു ജലോത്സവം. ഇപ്പൊ നമ്മള് കുട്ടനാടൻ വള്ളംകളി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു ജലോത്സവമായിട്ടാണ് ചാലിയാറിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ജലോത്സവം, ഉത്തരമേഖല ജലോത്സവമാണ് ചാലിയാർ. നമുക്ക് ഇപ്പോൾ അരീക്കോട്ടുകാർക്കും അതുപോലെ കീഴ്പറമ്പ് അരീക്കോട് പഞ്ചായത്തിനൊക്കെ നല്ലൊരു അടിപൊളി മത്സരമായിരുന്നു. അരീക്കോടിന്റെ കീഴിലെ എല്ലാ മത്സരങ്ങളും ഇങ്ങനത്തെ ഒരു ജലോത്സവം നമ്മളെന്നും ഇവിടെ കീഴ്പറമ്പായിട്ടും അതുപോലെ മാട്ടുമലയായിട്ടും കൊണ്ടാടുന്നുണ്ട് ജലോത്സവം. അങ്ങനത്തെ ഒരു അടിപൊളി ആംബിയറുള്ളൊരു മത്സരമായിരുന്നു. കണ്ടു നിന്നവർക്ക്, ഞാനൊക്കെ നേരിട്ട് കണ്ടവർക്ക് വരെ എനിക്കൊരു മനസ്സിലൊക്കെ ഒരു കുളിർമയേകി. കാരണം ഇത്രയും നല്ലൊരു ചാലിയാറിന്റെ ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് ആ തുഴഞ്ഞു വരുന്ന നമുക്ക് തന്നെ ഒരു ഇതുണ്ടാവും, മനസ്സിലൊരു കുളിർമ കയറും. കാരണം ഓളപ്പരപ്പിനൊക്കെ തുളഞ്ഞ് മുറിച്ചുകൊണ്ട് അവർ കയറി വരുന്നൊരു കുതിപ്പ് നമുക്ക് കാണാലോ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് എങ്ങനെയെന്നുള്ള അവർ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. കാരണം അതിനൊക്കെ ഒരു എഫക്റ്റാണ്. നമുക്ക് പഠിച്ച് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ തന്നെ ഒരു എഫക്റ്റാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത്. സംഭവം നമ്മളിപ്പം ഇതിൻ്റെ ഇപ്പൊ കുട്ടനാടൻ വള്ളംകളി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ മടങ്ങാണ് ഈ ഒരു ഉത്തരമേഖല ജലോത്സവം എന്ന് പറയുന്നത്. കുട്ടനാടൻ വള്ളംകളി പറയുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് എന്നും മനസ്സിൽ ഓർമ്മിച്ചേക്കാവുന്ന ഒരു വള്ളംകളിയാണ് കുട്ടനാടൻ വള്ളംകളി. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ മടങ്ങായിരുന്നു ഉത്തരമേഖല ജലോത്സവം, ചാലിയാറിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്തരമേഖല ജലോത്സവം.
ഇത് നടത്തിയിരുന്നത് അരീക്കോട് കീഴ്പറമ്പ് എരശ്ശേരിക്കടവ് പാലത്തിന് അടിയിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ, അതായത് രാത്രി ഒരു 7-8 മണി വരെ നല്ലൊരു സ്റ്റേജ് പ്രോഗ്രാം, മാപ്പിളപ്പാട്ടാണെങ്കിൽ അതും നല്ലൊരു കുളിർമയേകുന്ന ഒരു പരിപാടിയാണ് അവിടെ നടന്നിരുന്നത്. നമുക്കും ഇന്നും നമ്മളെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു രംഗം മനസ്സിൽ ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളിത് കാണിക്കാൻ കാരണം നിങ്ങൾക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് വീഡിയോ എടുത്ത് എനിക്ക് തന്നെ നല്ലൊരു ആവേശം ഉണ്ടായിരുന്നു. ഇവർ തുഴഞ്ഞു വരുമ്പോൾ നമുക്ക് പോലും അത്രയും നമ്മളെ കണ്ണെടുക്കാതെ തന്നെ നമ്മൾ നോക്കിപ്പോവും. ആ ചാലിയാർ എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു അരീക്കോട്ടുകാരുടെ ഒരു വീക്ക്നെസ് ആണ് ചാലിയാർ. ചാലിയാർ എന്ന് പറയുമ്പോൾ നല്ലൊരു അടിപൊളി ആംബിയറും നല്ലൊരു സ്ഥലവും, അമ്മരത്തൊരു സ്ഥലത്തിലൂടെ ഈ അമ്മരത്തൊരു പുഴയിൽ കൂടെ ഇങ്ങനത്തെ ഒരു ഇത് ഒരുക്കാന്ന് പറഞ്ഞൊരു നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്. അത് കണ്ടിക്കാനാണെങ്കിലോ ധാരാളം ജനങ്ങളും അവിടെ വന്നിരുന്നു. ഈ ഫൈനലാണെങ്കിലോ നല്ലൊരു അടിപൊളി ഫൈനലായിരുന്നു. അന്ന് തന്നെ ആവേശം പൂർവ്വം കണ്ടു നിന്നവരെല്ലാവരും കൈയടിച്ചും അങ്ങനെ ആർപ്പ് വിളിച്ചും കൂക്കി വിളിച്ചും എല്ലായിടത്തും നല്ലൊരു അടിപൊളി ആംബിയർ ആയിരുന്നു അന്ന്. ദഫ്മുട്ടാണെങ്കിൽ അങ്ങനെ, ദഫ്മുട്ടല്ല മറ്റേ ബാൻഡ് സെറ്റ് ആണെങ്കിൽ അതിലും വലുത്. പറയാൻ വയ്യ, അതിനെ കുറിച്ച് ഓർക്കാനേ വയ്യ. കാരണം ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച് തന്നെ വേണം. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനത്തെ ഒരു ജലോത്സവം പരിപാടികളൊക്കെ ഉണ്ടോ? ഇത് ഞങ്ങളിവിടെ അരീക്കോട് കീഴ്പറമ്പ് എരശ്ശേരിക്കടവ് നടന്ന ജലോത്സവമാണിത്. രാവിലെ 10 മണി മുതൽ രാത്രി ഒരു 7-8 മണി വരെ. ഇത് ഇങ്ങോട്ട് വന്ന് കൊമ്പങ്കാട് കോഴയും കുഞ്ഞാപ്പും വന്നിരുന്നു. നല്ലൊരു തുടക്കം തന്നെ അവര്. പിന്നെ 3 മണിക്കായിരുന്നു ഉദ്ഘാടകൻ ആരാന്ന് എനിക്കറിയില്ല. അങ്ങനെ മെമ്പറൊക്കെ വന്നിരുന്നു. 3 മണിക്കായിരുന്നു ഉദ്ഘാടനം. മെമ്പർ ആരാ വന്നിരുന്നോ? ഉദ്ഘാടകൻ ആരാന്ന് എനിക്കറിയില്ല. അപ്പൊ അത് അത്രയും ഞാൻ വിവരിക്കുന്നില്ല. നല്ലൊരു അടിപൊളി മത്സരം. ഓത്തുപള്ളിയായിരുന്നു ഫ്രണ്ടിലുണ്ടായത്. ഓത്തുപള്ളി മുന്നോട്ട് തന്നെ കുതിക്കാണ്. ഓത്തുപള്ളി എന്താ കുതിപ്പ്! ആ ഒരു നിമിഷം, ആ ഒരു സമയം ഓർക്കാൻ തന്നെ നമുക്കൊരു കുളിർമയേകും. നല്ലൊരു ആംബിയർ ആയിരുന്നു ആ സമയവും ആ ഒരു ദിവസവും. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന വെച്ചാൽ ഇനി എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ജലോത്സവം ഉണ്ടോ ഇല്ലയോ. കാരണം നമുക്കത് നേരിട്ട് കാണുമ്പോൾ ഒരു രോമാഞ്ചമാണ്. ഞങ്ങൾ ഈ അരീക്കോട്ടുകാർക്ക് അങ്ങനെയല്ലേ. ചാലിയാറിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്തരമേഖല ജലോത്സവമാണത്. ഇപ്പം തൃശ്ശൂരുകാർക്ക് എന്നും ഉത്സവം പറഞ്ഞാല് തൃശ്ശൂർ ഉത്സവം അല്ലെ, തൃശ്ശൂര് എന്താ അത് അങ്ങനൊക്കെ തന്നെ. ഞങ്ങൾക്ക് ഉത്തരമേഖല ജലോത്സവം എന്ന അരീക്കോട്ടുകാരുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഞങ്ങൾ എന്നും കൊണ്ടുപോകുന്നത്. അപ്പം ശരി, അങ്ങനെ ഇതിൽ ഓത്തുപള്ളി ജയിക്കുകയുണ്ടായി. കണ്ടില്ലേ? സെക്കൻഡ് കളേഴ്സ് വാഴംപറമ്പ്, തേർഡ് ഏതാ എനിക്കറിയില്ല. സെക്കൻഡും ഫസ്റ്റും തേർഡ് ഏതാ അറിയില്ല. ഫസ്റ്റ് ഓത്തുപള്ളിയാണ് ജയിച്ചത്. ആദ്യം തന്നെ അവർ തന്നെ ഫ്രണ്ടിലോട്ട് നല്ല കുതിപ്പിൽ ചാലിയാറിന്റെ ഓളപ്പരപ്പിനൊക്കെ മുറിച്ചു കൊണ്ട് തന്നെ അവർ കയറി വന്ന് വിജയിച്ച്. സെക്കൻഡ് എത്തിയത് നമ്മുടെ കളേഴ്സ് വാഴംപറമ്പ്. അപ്പം കളേഴ്സ് വാഴംപറമ്പ് എന്ന വാഴംപറമ്പുള്ള ഒരു ക്ലബ്ബാണെന്നറിയില്ല, ഒരു ജലോത്സവത്തിന്റെ ഒരു ക്ലബ്ബാന്ന് തോന്നുന്നത് കളേഴ്സ് വാഴംപറമ്പ്. അപ്പൊ പിന്നെ ഇത് ഓത്തുപള്ളി ആണെങ്കിലോ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ച് നല്ലൊരു ഫസ്റ്റ് കുതിപ്പിൽ തന്നെ അവർ തന്നെ വിജയിച്ചു. അതിന്റെ ഒരു ആരവാണ് ഈ ഒരു വെടിക്കെട്ടും ഈ ഒരു സംഭവങ്ങളൊക്കെ. അത് നല്ലൊരു ആവേശം. അവിടെ നമ്മൾ തന്നെ ഒരു രോമാഞ്ചം. പിന്നെ പറയാണ്ടോ, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ട് തന്നെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ കാണായിരുന്നു. നല്ലൊരു അടിപൊളി ആംബിയർ എന്ന ആ സ്ഥലം. നൈറ്റ് ആകുമ്പോൾ നല്ല അടിപൊളി സ്ഥലം. പിന്നെ DJ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഇതിന് മുമ്പ് ഒരു വർഷം DJ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ഈ ഒരു സംഭവങ്ങൾ നടന്നത്. അപ്പം നാളെ കാണാം, ബൈ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഞെക്കൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പൊ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.